പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലിയർപ്പിക്കാം. ഈ തപസ് കാലത്ത് നമ്മൾ ഈ വിശുദ്ധ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം. ഈ തീർത്ഥ സങ്കേതത്തിൽ നിറഞ്ഞിൽക്കുന്ന അഭിഷേകം നമുക്ക് അനുഗ്രഹമാണ്, അതൊരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ള ആളുകളുടെ വിശ്വാസം, ഇടതും വലതും മുൻപിലും പുറകിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ വിശ്വാസ അനുഭവങ്ങളുടെ ഉടമസ്ഥരാണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മുടെ വിശ്വാസം കൂടി ചേരുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ് ഇന്നത്തെ ഈ ബലിയർപ്പണം. എത്ര പേര് ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകമുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ 2-3 പേരുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്തവിടെ മധ്യേ യേശു ഉണ്ടായിരിക്കുമെന്ന് ഈശോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം വളരെ പ്രകടമായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ട്. ഈശോ വാക്ക് പറഞ്ഞത് ആ വാക്ക് ഈശോ പാലിക്കും. ഇനി നമുക്ക് ഇത്ര സുന്ദരമായ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ ഈസ്റ്ററിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമുക്ക് നന്നായിട്ടൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ചോദിക്കാം. കുറേ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, നമ്മുടെ മനുഷ്യൻ്റെ കഴിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, കല്യാണം നടക്കാനോ വീട് പണി പൂർത്തിയാകാനോ കുടുംബത്തിലൊരു കുഞ്ഞ് ലഭിക്കാനോ വിദേശത്തും നാട്ടിലും നല്ല ജോലി ലഭിക്കാനോ എന്തെങ്കിലും കടബാധ്യത മാറാൻ, അങ്ങനെ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് കൂടാത്തൊരു അനുഗ്രഹം നമുക്ക് ഈ സമയം ഗിഫ്റ്റ് ആയിട്ട് ചോദിക്കാം. നമുക്ക് മുഴുവൻ സമയവും ശ്രദ്ധയോടുകൂടി ഇരിക്കാം. എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കുന്നതല്ലേ അതിൻ്റെ ഒരു മര്യാദ. നമ്മുടെ സ്നേഹവും ഭക്തിയും വിശ്വാസവും ദൈവത്തിന് കൊടുക്ക്. നമ്മൾ ചോദിക്കുന്നത് അതിനേക്കാളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങളല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പോയാൽ മതി. കർത്താവേ, ഈ തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊന്ന് തൊടണമേ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ
കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയെ കൂടാതെ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ലാത്തതിനാൽ അങ്ങേ കാരുണ്യത്തിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി, അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടുകൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവ്, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അഭയം തേടുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ. അല്ലെങ്കിൽ സിംഹത്തെ പോലെ അവർ എന്നെ ചീന്തിക്കീറും. ആരും രക്ഷിക്കാനില്ലാതെ ഞാൻ വലിച്ചിഴക്കപ്പെടും. എൻ്റെ ദൈവമായ കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അഭയം തേടുന്നു. കർത്താവേ, എന്നെ നീതിനിഷ്ഠയ്ക്ക് സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. എൻ്റെ ദൈവമായ കർത്താവേ, എന്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അഭയം തേടുന്നു. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോക്ഷം കൊള്ളുന്ന ദൈവമാണ്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. അഭയം തേടുന്നു. കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുക്രിസ്തുവേ, ദൈവത്തിൻ്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ചിലർ
ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് പറഞ്ഞു. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ക്രിസ്തുവാണ്. എന്നാൽ വേറെ ചിലർ ചോദിച്ചു, ക്രിസ്തു ഗലീലയിൽ നിന്നാണോ വരിക? ക്രിസ്തു ദാവീദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവീദിൻ്റെ ഗ്രാമമായ ബത്ലഹേമിൽ നിന്ന് അവൻ വരുമെന്നുമല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത്? അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി. ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു, എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അധികാരികളിൽ ആരെങ്കിലും, ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദേമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? അവർ മറുപടി പറഞ്ഞു, നീയും ഗലീലയിൽ നിന്നാണോ? പരിശോധിച്ചു നോക്കൂ, ഒരു പ്രവാചകനും ഗലീലയിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും. ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ ഈ നല്ല ഒരു സുവിശേഷ ഭാഗമാണ്. ഈ തപസ്സുകാലത്ത് നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന നല്ല ചിന്തകൾ നൽകുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കേൾക്കുന്ന ഭാഗത്തിലെ പ്രധാനപ്പെട്ടൊരു വ്യക്തി നിക്കോദെമോസ് ആണ്. നമുക്ക് വളരെ ഷാർപ്പായിട്ടൊരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണല്ലോ. കർത്താവിന് വേണ്ടി തീരുമാനമൊക്കെ പറയണം, ആത്മീയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണം. നല്ല ഉറപ്പോടുകൂടെ, നല്ല ഉറച്ച തീരുമാനത്തോടുകൂടെ നമ്മൾ ഈ സമയത്ത് ഒരുങ്ങിയാൽ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തരും. നമ്മളെങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അപ്പം നമ്മൾ ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് കർത്താവിനെ സ്വീകരിച്ച, മനസ്സുകൊണ്ട് സ്വീകരിച്ചൊരു വ്യക്തിയാണ് നിക്കോദെമോസ്. അപ്പോൾ അവർക്ക് ഈശോയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായി, ഭിന്നതയുണ്ടായി. നമുക്കൊരാളെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പറയണ്ട. നമുക്ക് തർക്കങ്ങളുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമുക്കൊരു വ്യക്തിയെ, നമ്മുടെ കുടുംബത്തിലെ വ്യക്തികളെപ്പോലും നമുക്ക് ഉള്ളുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കവിടെ വർത്തമാനങ്ങൾ കൂടും, എതിർ വർത്തമാനങ്ങൾ കൂടും. ഇവിടെ വിശ്വാസത്തിൻ്റെ കാര്യമെടുത്താലും നമുക്ക് ചിലതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എതിർപ്പുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പള്ളിയിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭിന്നത നമ്മളിൽ തന്നെ ഉണ്ടാകും. ഇവിടെ അങ്ങനെ 2-3 പേരെ ഇവരെ ഈശോയെ ബന്ധിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ അയക്കുകയാണ്. അപ്പോൾ അവർ സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത്? അവർ മറുപടി പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതായത് അവരെ പറഞ്ഞു വിട്ടത് ഈശോയെ പിടിച്ചോണ്ട് വരാനാണ്. പക്ഷേ ഈശോയെ അവർ പിടിച്ചോണ്ട് വന്നില്ല. എന്തോ ഒരു ആകർഷണ ശക്തി അവരെ അവിടെ പിടിച്ചു നിർത്തി. അവരവിടെ നിന്ന് ഈശോ പറയണത് കേട്ടിട്ട് തിരിച്ചു പോന്നു. അതാണ് അവർ ചോദിക്കുന്നത്, നിങ്ങളും വഞ്ചിതരായോ? അവൻ്റെ മായിക വലയത്തിൽ നിങ്ങളും പെട്ടോ? നമുക്ക് ആദ്യം തന്നെ വേണ്ട ഒരു കാര്യമാണ്, ഇതൊരു കൃപയാണ്. ഈശോയെ പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു വിട്ടവർക്ക് അവിടെ നോക്കി നിന്ന് ഈശോയെ കേട്ട് അവർ തിരിച്ചു വന്നിട്ട് ഈശോയെക്കുറിച്ചൊരു നല്ല കാര്യം പറയുന്നു. നേരെ റിവേഴ്സ് സംഭവിച്ചു. ഇതൊരു കൃപയാണ്. വിശ്വാസം പോലും അനുഗ്രഹമാണ്. അത് നൽകപ്പെടണം, അഭിഷേകം നൽകപ്പെടണം. പരിശുദ്ധ കുർബാന സമയത്ത് ഇവിടെ വന്നത് എത്രയോ നല്ലതാണ് എന്ന് തോന്നുന്നത്
അത് ദൈവാനുഗ്രഹമാണ്. അത് നമ്മൾ ആഗ്രഹിക്കണം. കർത്താവെ, കൃപ തരണമേ, അഭിഷേകം തരണമേ, വിശ്വാസം കൊണ്ട് നിറക്കണമേ. ഇത് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തീർത്ഥാടനം നടത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ. തീർത്ഥ സങ്കേതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടുത്തെ ഓരോ ശുശ്രൂഷകൾ സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടാകട്ടെ. ഈ നിക്കോദെമോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും 3 പ്രാവശ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാം വാക്യം, ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. ഫരിസേയനാണ്. ഫരിസേയരാണല്ലോ ഈശോയെ എപ്പോഴും എതിർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫരിസേയരിൽ നിക്കോദെമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബിയും, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെ ഇല്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പോൾ ഈ തീർത്ഥാടനമൊക്കെ ഒരു പുത്തൻ ഉണർവിൻ്റെ, ഒരു വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവമായി മാറട്ടെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ഫരിസേയരിൽപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട്, നല്ല ഷാർപ്പ് തീരുമാനമെടുത്ത്. അരിമത്തിക്കാരൻ ജോസഫ്, ഈശോയുടെ ശരീരം വാങ്ങിയ ആളാണ്. ഇനി ചുങ്കക്കാർ യഥാർത്ഥത്തിൽ ഫരിസേയരിൽപ്പെട്ടവരാണ് അല്ലേ. അപ്പോൾ അവർ ഈ ലേവി, മത്തായി എന്ന് വിളിക്കപ്പെടുന്ന ലേവി ഈശോ വിളിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. നല്ല ഷാർപ്പ് തീരുമാനം. നമ്മൾ ആരും എന്തു ആയിക്കൊള്ളട്ടെ, അവരാരെങ്കിലും ആയിക്കൊള്ളട്ടെ, ബൈബിളിലെ ഈ കഥാപാത്രങ്ങൾ നല്ല ഷാർപ്പ് തീരുമാനം എടുത്തവരെ. സഖ്യവൂസ് ചുങ്കക്കാരിൽ പ്രധാനനായിരുന്നു. എന്നിട്ട് അയാൾ ഒരു ഷാർപ്പ് തീരുമാനം എടുത്തു. അപ്പോൾ നമ്മൾ തീരുമാനം ഒരിക്കൽ എടുത്തതാണ്. ഇപ്പം കുഞ്ഞുങ്ങളാകുമ്പോൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ, ജ്ഞാനസ്നാന പിതാക്കൾ അവർ തീരുമാനമെടുത്തതാണ്, കർത്താവിൻ്റെ കൂടെ നിന്നോളാം. അപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം നിക്കോദെമോസിൻ്റെ ഒരു മാമോദീസ എന്ന് വേണമെങ്കിൽ പറയാം. നിക്കോദെമോസിൻ്റെ മാമോദീസ രാത്രിയാണ് വന്നത്. രാത്രി അതൊരു പ്രതീകമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പ്രതീകമാണ് രാത്രി. അന്ധകാരം, അന്ധകാര പ്രവർത്തികൾ വിട്ടുപേക്ഷിച്ച് വന്നവൻ, അന്ധകാര പ്രവർത്തികൾ വിട്ടുപേക്ഷിച്ച് പ്രകാശമായ ഈശോയുടെ അടുക്കൽ വന്നവൻ. അതുകൊണ്ടാണല്ലോ ലാറ്റിൻ ക്രമത്തിൽ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞ് കത്തിച്ച് പകർന്നു കൊടുക്കുന്നത്, ക്രിസ്തുവിൻ്റെ പ്രകാശം. ഈ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അത് തുടർന്ന് നിക്കോദെമോസിനോടുള്ള ആ സംഭാഷണം അങ്ങനെ തുടർന്ന് പോകുമ്പോൾ 19-ാമത്തെ വാക്യം, യോഹന്നാൻ 3:19, ഇതാണ് ശിക്ഷാവിധിയും, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അപ്പോൾ ഇയാൾ പ്രകാശത്തിലേക്ക് വന്നപ്പോൾ ഇയാൾ അന്ധകാര പ്രവൃത്തികൾ ഉപേക്ഷിച്ചു. പിന്നെ ഈശോയെ അംഗീകരിക്കാൻ തുടങ്ങി. മനസ്സുകൊണ്ടൊരു തീരുമാനമെടുത്തവരാ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ തപസ് കാലത്ത് അത് ഒന്നുകൂടി അത് നവീകരിക്കണം. നമ്മുടെ തീരുമാനം നവീകരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമുണ്ട്. വെറും ഒരു ഫരിസയൻ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലകൊണ്ടെങ്കിൽ, ഈശോയുടെ രക്തം കൊടുത്ത് വില വാങ്ങപ്പെട്ടവരായ മാമോദീസയിലൂടെ, കുംഭസാരം, കുർബാന സ്വീകരണം, വിശുദ്ധ വിവാഹം എന്ന കൂദാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട നമുക്ക് എന്തുമാത്രം കർത്താവിന് വേണ്ടി തീരുമാനമെടുക്കണം, കർത്താവിന് വേണ്ടി നിലകൊള്ളണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, സേവകർ വന്നിട്ട് പറഞ്ഞു, അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു, നിങ്ങളും വഞ്ചിതരായോ? അവൻ്റെ മായിക വലയത്തിൽ നിങ്ങളും പെട്ടുപോയോ? അവൻ നിങ്ങളെ പറ്റിച്ചോ? അവൻ നിങ്ങളെ വീഴ്ത്തിയോ എന്നുള്ളൊരു ചോദ്യമാണ്. വഞ്ചിതരായോ? അപ്പോൾ ഒരാൾ പറയുകയാണ്, അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാണ് അവൻ്റെ വാക്ക് കേൾക്കാൻ പോയത്? അധികാരികളിൽ ആരും അവനെക്കുറിച്ചൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഫരിസേയരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈശോയെ പിടിക്കാനും വധിക്കാനും ഒക്കെ ഗൂഢാലോചന നടത്തുന്നവരാണ്. അപ്പോൾ അവരാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ ഒരു ക്ലോസ് അതാണ്.
ഇവർ വെച്ചിട്ട് വാദിക്കുന്ന ക്ലോസ് അതാണ്. അധികാരികൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ, തലമൂത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിയമം അറിയാവുന്നവർ ആരും ഇവനെക്കുറിച്ച് ഇവനൊന്ന് സമ്മതിച്ചു കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എന്നിട്ട് പറഞ്ഞു, നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ്. അപ്പോഴാണ് നമ്മുടെ ആൾ വരുന്നത്, നിക്കോദെമോസ്. യോഹന്നാൻ 3:1 പറയുന്നയാൾ, രാത്രി ചെന്ന് കണ്ടയാള് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിലാണ്. മുൻപൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിൽ ഒരുവനുമായ നിക്കോദെമോസ് അപ്പോൾ അവരോട് ചോദിച്ചു. 51-ാമത്തെ വാക്യം, യോഹന്നാൻ 7:51. അവനൊരു നിയമത്തിലെ ഒരു ക്ലോസ് എടുത്തിട്ട് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചു. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കും. ഒരു നിയമത്തിലെ ഒരു കാര്യമെടുത്ത്, നമ്മുടെ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒരുവൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാതെയും അവൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാതെയും അവനെ വെറുതെ അങ്ങ് വിധിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്ന് നിക്കോദെമോസ് ചോദിച്ചു. അപ്പൊ നോക്കിക്കേ, നല്ല തീരുമാനത്തിൽ ഈശോയുടെ കൂടെ നിന്നയാള്, പ്രകാശം കണ്ട് അന്ധകാരം ഉപേക്ഷിച്ചയാള്, പിന്നെ ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറഞ്ഞു. പ്രിയ ദൈവ പൈതലേ, നിനക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് വേണോ? നീ ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറയാം, നീ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കാം. നീ ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ ദേവാലയത്തിലിരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചാൽ, അങ്ങനെ തുടർന്നാൽ നമ്മൾ ദേവാലയത്തിൽ നിന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കില്ല, ഈശോയോട് സംസാരിക്കും, അല്ലേ? ഈശോയോട് വർത്തമാനം പറയുക, ഈശോയ്ക്ക് വേണ്ടി വർത്തമാനം പറയുക. അങ്ങനെ നിക്കോദെമോസ് അത് ചെയ്യും. പിന്നീട് നമ്മൾ ഈ നിക്കോദെമോസിനെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിലാണ്. അതിനോട് കൂടെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് അരിമത്യക്കാരൻ ജോസഫ്. ഫരിസേയരിലെ പ്രമുഖനായിരുന്നു. അദ്ദേഹത്തെയാണ് ഈശോയെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തേണ്ട ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. പക്ഷെ ഈ ഫരിസേയൻ, ഈ അരിമത്യക്കാരൻ ജോസഫ് ഈശോയുടെ രഹസ്യ ശിഷ്യനായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി മനസ്സുകൊണ്ട് നിലകൊള്ളുന്നയാളായിരുന്നു. നല്ലവനും നീതിമാനുമായിരുന്നു. വചനം പറയുന്നുണ്ട്, നല്ലവനും നീതിമാനും. അത് ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 50-51 വാക്യത്തിലാണ്. എന്നിട്ട് ആ ഗൂഢാലോചന മീറ്റിങ്ങുകളിലൊന്നും അവൻ പോയിരുന്നില്ല. ഒരു മീറ്റിങ്ങിലും അവൻ പോയില്ല, ഈശോയെ കൊല്ലാനുള്ള തീരുമാനമെടുക്കുന്ന മീറ്റിങ്ങിൽ. ഇനി മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 58-60 വാക്യങ്ങളിൽ അവനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവനാണ് പീലാത്തോസിൻ്റെ അടുക്കൽ നിന്ന് ഈശോയുടെ മൃതദേഹം വാങ്ങിച്ചെടുത്തത്. എന്നിട്ട് തനിക്ക് തൻ്റെ ആരും ഇതുവരെ അടക്കാത്തൊരു കല്ലറ വിട്ടുകൊടുത്തത്. എങ്ങനെ ഒരാൾക്ക് അങ്ങനെ പോയി ഈശോയ്ക്ക് വേണ്ടി ആ ബോഡി എനിക്ക് താ എന്ന് പറഞ്ഞ് മേടിക്കാൻ, അത് വാങ്ങിക്കാൻ ചെല്ലാൻ എങ്ങനെ ധൈര്യമുണ്ടായി? അപ്പം നല്ലവൻ, അവൻ രഹസ്യ ശിഷ്യനായിരുന്നു, അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരുമാണ് ഈശോയുടെ സംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നത്. ശിഷ്യന്മാരോടൊപ്പം, യോഹന്നാനോടും മാതാവിനോടും ഒപ്പം ഈശോയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പോൾ ഇവര് പീലാത്തോസിന്റെ, അരിമത്യക്കാരൻ ജോസഫ് പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് ഈശോയുടെ ബോഡി വാങ്ങി, എന്നിട്ട് ആരെയും ഇതുവരെ അടക്കാത്തൊരു കല്ലറ വിട്ടുകൊടുത്ത് അങ്ങനെ ചെയ്തു. എങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക്, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായി എങ്ങനെ ഒരു ഫരിസേയൻ മാറി? അപ്പോഴാണ് നിക്കോദെമോസ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് അരിമത്യക്കാരൻ ജോസഫ് ഫോൺ വിളിച്ചു പറഞ്ഞോ, നിക്കോദെമോസേ പോര്, ഞാൻ വരുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് വന്നതാണോ? അല്ല, ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദൈവം പ്രചോദിപ്പിച്ചിട്ട് വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ശരീരം ആ സുഗന്ധദ്രവ്യം കൊണ്ട് പൊതിഞ്ഞ് അവർ നല്ല രീതിയിൽ ഈശോയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടത്തി. നോക്കിക്കേ, ഒരു ഫരിസേയന് അങ്ങനെ ചെയ്യാൻ പറ്റി. നമ്മളിതൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആ നിക്കോദെമോസ് മാമോദീസയിലെടുത്ത തീരുമാനം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അതാണല്ലോ ഈശോയ്ക്ക് വേണ്ടി നിയമത്തിൽ ഒരു ക്ലോസ് എടുത്തിട്ട് നിക്കോദെമോസ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 51-ാം വാക്യത്തിൽ പറഞ്ഞത്. അത് ഒരു കുംഭസാരമായിട്ട് കൂട്ടിക്ക്.
ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണല്ലോ കുമ്പസാരം. ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് കുമ്പസാരം. സാത്താനെ ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് കുമ്പസാരം, അനുരഞ്ജന ശുശ്രൂഷ. അപ്പോൾ ഈ മൃതശരീരം വാങ്ങിച്ചതോ അത് കുർബാന സ്വീകരണമാണെങ്കിൽ, ഈശോയുടെ ശരീരം വാങ്ങിക്കുന്നതല്ലേ കുർബാന സ്വീകരണം, അപ്പം വാങ്ങിക്കുന്നതല്ലേ കുർബാന സ്വീകരണം. അപ്പോൾ മാമോദീസയിലെടുത്ത തീരുമാനം കുമ്പസാരത്തിലൂടെ നവീകരിച്ച് കുർബാന സ്വീകരണത്തിലൂടെ പുതുക്കി അയാളത് ചെയ്തു. അങ്ങനെ ഒന്ന് ധ്യാനിച്ച് ഈ തപസ് കാലത്ത് അതല്ലേ വേണ്ടത്. തീരുമാനമൊന്ന് പുനരുദ്ധരിക്കുക, തീരുമാനമൊന്ന് നവീകരിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക, ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക, എന്നിട്ട് ഈശോയെ സ്വീകരിക്കുക, കുർബാനയായി സ്വീകരിക്കുക. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് നമ്മളൊരു അനുഗ്രഹം ചോദിച്ചാൽ ഉദ്ധിതന് തരാതിരിക്കാൻ പറ്റുകയില്ല. ഉദ്ധിതൻ തരും. കല്ലറ പിളർന്ന് പുറത്തു വന്ന ഉദ്ധിതനായ ഈശോ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരും. അതുകൊണ്ടാണ് ഈ ഈസ്റ്ററിൻ്റെ രാത്രിയിൽ ലാറ്റിൻ ക്രമത്തിൽ പെസഹാത്തിരി, അതിൻ്റെ ആശീർവാദമുണ്ട്. അത് കത്തിച്ച് തിരി വെള്ളം വെഞ്ചരിപ്പ്, അത് കഴിഞ്ഞിട്ട് ലൂമൻ ക്രിസ്തി ദേവോഗ്രാസിയാസ്, അത് മലയാളത്തിൽ ക്രിസ്തുവിൻ പ്രകാശം, ദൈവത്തിനു നന്ദി. ഇത് തന്നെയാണ് മാമോദീസയിൽ. ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുവിൻ. അപ്പോൾ ഈശോയെ സ്വീകരിച്ച നിക്കോദെമോസിൻ്റെ ഉള്ളിലുണ്ടായ മാറ്റം നോക്ക്. നമുക്ക് ക്രിസ്തുവിൻ്റെ ഒരു തിരിവെട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് വീണ് കിട്ടിയാൽ വലിയ മാറ്റം ഉണ്ടാകും. ആ ഒരു പ്രകാശം ഉണ്ടാകട്ടെ. പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് ഉദ്ധിതൻ്റെ മിന്നലൊളി നടപടി പുസ്തകം 9-ാം അധ്യായം, ഉദ്ധിതൻ്റെ മിന്നലൊളി തടസ്സങ്ങൾ മാറ്റും. കീഴ്മേൽ മറിഞ്ഞ് സാവൂള് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നയാള് ഈശോയ്ക്ക് വേണ്ടി പ്രസംഗിക്കുന്നയാളായി മാറി. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഉദ്ധിതൻ്റെ മിന്നലൊളി പോരെ, ക്രിസ്തുവിൻ്റെ പ്രകാശം പോരെ, നിക്കോദെമോസിൻ്റെ ഹൃദയത്തിലേക്ക് വീണ് കിട്ടിയ പ്രകാശം പോരെ. അതല്ലേ ഈസ്റ്റർ, ഉദ്ധിതൻ്റെ പ്രകാശം. അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജോലിയില്ലാത്തതിൻ്റെയോ കുഞ്ഞില്ലാത്തതിൻ്റെയോ കടബാധ്യതയുടെയോ വീട് പണി നടക്കാത്തതിൻ്റെയോ മറ്റു മദ്യപാനത്തിൻ്റെ എന്തെങ്കിലും ഒരു അന്ധകാരമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പോരെ. സാത്താനെ ദൂരെ പോ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ ക്രിസ്തുവിൻ്റെ പ്രകാശം വാ എന്ന് പറഞ്ഞാൽ പോരെ, ക്രിസ്തുവിൻ്റെ പ്രകാശമേ വാ എന്ന് പറഞ്ഞാൽ പോരെ. നമുക്കങ്ങനെ ഒരുങ്ങാം. അങ്ങനെ അടിപൊളിയാകട്ടെ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ. നല്ല അനുഗ്രഹിക്കപ്പെട്ട, നല്ല സമ്മാനങ്ങൾ കിട്ടിയ നല്ലൊരു ഈസ്റ്റർ ആകട്ടെ. ഈ തീർത്ഥാടനം പ്രയോജനപ്പെടട്ടെ. ഈ തപസ്സുകാലം നന്നായിട്ട് പ്രയോജനപ്പെടട്ടെ. ഈ കുർബാന അനുഗ്രഹമാകട്ടെ. പരിശുദ്ധമ്മ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങ് ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ജീവൻ്റെ ഭോജനമായി തീരുവാനുള്ള ഭൂമിയുടെ മനുഷ്യ പ്രയത്നത്തിൻ്റെ ഫലമായി ഈ അപ്പം ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവ്വസൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ദൈവമേ, അങ്ങ് ഔദാര്യത്താലാണല്ലോ ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള മുന്തിരിവള്ളിയുടെ മനുഷ്യ പ്രയത്നത്തിൻ്റെയും ഫലമായ ഈ വീഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. സർവ്വസൃഷ്ടികളുടെ നാഥനായ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങ് സ്വീകരിച്ച ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങളിൽ സംപ്രീതനാകാനും ഞങ്ങളുടെ കർക്കശ മാനസങ്ങളെപ്പോലും അങ്ങിലേക്ക് ദയാപൂർവം തിരിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായമന്ത്രി. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ് മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം
തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒന്നിച്ച് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേയും ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, എങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാണേ, എങ്കിൽ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.